തൗബയിലെ 24 എണ്ണിപ്പടിച്ചോളൂ. 8 കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഇത് എണ്ണിപ്പടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ എണ്ണിയതാണിത്. 1 by 1 ആയി എണ്ണിയതാണത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഈ 8 കാര്യങ്ങളെക്കാൾ നബിയോട് സ്നേഹം തോന്നണം. ഈ 8 കാര്യങ്ങളെക്കാൾ അള്ളാഹുവിനോട് സ്നേഹം തോന്നണം. ഏതാണ് ആ കാര്യങ്ങൾ? ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, പറഞ്ഞു കൊടുക്കുക. ഇൻകാന ആബാഉക്കും, മാതാപിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിക്കുന്ന ധനം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്ന വീട്. ഈ 8 കാര്യങ്ങളാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നിരന്തരമായി നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു വേള ജീവിതം മുഴുവൻ ഈ 8 കാര്യങ്ങൾക്കല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒറ്റ കാര്യം പറയാം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്ന ഒരു വീടുണ്ടാക്കാൻ. ഈ പ്രവാസം പോലും ഒരു വേള അതിനായിരിക്കാം. 30-40 വർഷം അധ്വാനിക്കുന്നത് ഒരു വീടുണ്ടാക്കാനാണ്. ആ വീട്ടിൽ താൻ താമസിക്കുമെന്ന ഗ്യാരണ്ടി മനുഷ്യനില്ല, എന്നാലും അവൻ അധ്വാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ 8 കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മഹബ്ബത്ത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ ഇതിനോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ, അത് മോശമായി പോയി എന്നല്ല, അത് ശരിയല്ല എന്നുമല്ല, അങ്ങനെയുള്ള വാക്കുകളൊന്നും അല്ല പറഞ്ഞത്. മറിച്ച് ഫതറബ്ബസൂ, കാത്തിരുന്നുകൊള്ളൂ.